പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ 9 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളം കുറച്ച് മാസങ്ങളായി തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന് ശേഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫൈനൽ എന്നുള്ളതൊക്കെ നമ്മുടെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും വന്ന് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട്, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഇനിയിപ്പോൾ ഫൈനലിലേക്കാണ് നമ്മൾ അന്തിമമായിട്ട് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ക്വാർട്ടറിലും സെമിയിലൊക്കെ നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനൽ മത്സരത്തിലെ വിജയം അത് കേരളത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. കേരളത്തിലൊരു മാറ്റം ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇപ്പോൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരിൽ നിന്നുള്ള തിക്ത അനുഭവമാണ് കേരളത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട എല്ലാ തുറകളിലെയും ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ല. വിദ്യാർത്ഥികൾ, യുവാക്കൾ, യുവതികൾ, മധ്യവയസ്കർ എല്ലാവരും അതിൻ്റെ ഇരകളാണ്. ജോലിക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, എന്നതുപോലെ തന്നെ മറ്റ് സാധാരണ തൊഴിലാളികൾ എല്ലാവർക്കും തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ഒരു കിരാത നടപടികളാണ് പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായത്. പാശാവർക്കന്മാരുടെയൊക്കെ സമരം, അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയത്. പക്ഷേ അതിനെതിരെ വളരെ നിഷേധാത്മകമായ നിലപാടെടുത്തുവെന്ന് മാത്രമല്ല, ആശാവർക്കന്മാർ സ്ത്രീ സമൂഹത്തോട് കാണിക്കേണ്ട ഒരു മര്യാദകൾ പോലും പാലിക്കുവാൻ ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ തെളിവായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ കടന്നുപോയി. ഇനി നമുക്ക് കേരളത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. പുതിയൊരു യുഗത്തിലേക്ക് കേരളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുൻകാല തെരഞ്ഞെടുപ്പിലൊക്കെ UDFന് അനുകൂലമായ രീതിയിൽ ഭൂരിപക്ഷം വോട്ടുകൾ നൽകാൻ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നല്ല വിജയം ഉണ്ടാക്കി, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കി. അതിനിടയ്ക്കൊക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം നല്ല വിജയം UDFന് നൽകാൻ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് കേരളത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നിങ്ങൾ വിജയിപ്പിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് തൊട്ടറിയുന്നവരാണ് അവർ. ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കൾ, മുന്നിൽ നിൽക്കുന്ന നേതാക്കൾ ഭരണപരിചയമുള്ളവരാണ്, ഭരണ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. മാത്രമല്ല അവരൊക്കെ ഉത്തമമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ തന്നെ പിൻഗാമികളാണ്. ശ്രീ കെ കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ AK ആൻ്റണി, ശ്രീ CH മുതുകോയ സാഹിബ്, അഹമ്മദ് സാഹിബ് തുടങ്ങിയിട്ടുള്ള ഭരണകർത്താക്കൾ, ആ ഭരണകർത്താക്കളുടെ ഒക്കെ പിൻഗാമികളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന് മുൻനിരയിലുള്ളത്. തികച്ചും ഭരണ പരിചയം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരണപരിചയം, രാഷ്ട്രീയ പ്രവർത്തന പരിചയം, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു വലിയ പാരമ്പര്യം, ഇതൊക്കെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൻ്റെ അധികാരം തിരിച്ചേൽപ്പിക്കുക എന്നതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. കഴിഞ്ഞ 10 വർഷം നമുക്ക് കൈമാശം വന്നു. അപ്പോൾ അത് ഇനിയുള്ള കാലങ്ങളിൽ അതൊരിക്കലും കൈമാശം വരാൻ അനുവദിക്കാതെ കേരളത്തിന് നല്ലൊരു ഭാവി, ഒരു നല്ല കേരളത്തെ കെട്ടിപ്പടുക്കാൻ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും തന്നെ കേരള മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരണം. പൊതുഭരണ മേഖലയിൽ സമാധാനവും ശാന്തിയും ക്രമസമാധാന പാലനവും ഒക്കെ നല്ല നിലക്ക് നമുക്ക് അതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയണം. ആ രീതിയിലുള്ള നല്ലൊരു ഭരണത്തെ ഏൽപ്പിക്കാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ, കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എപ്പോഴും ടീം UDF കേരളത്തോടൊപ്പമുണ്ട്, കേരളത്തിലെ ജനങ്ങളോട് ഒപ്പമുണ്ട്.